ഐഡിയ. എന്തായാലും ഗംഗാ തോമസിന് പ്രേമപ്പനി പിടിച്ചു എന്ന് ഷുവറാണ്. നന്ദു സാറിന്റെ പൊസിഷൻ നമുക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ കാറ്റ് നമ്മളെ വശത്തേക്ക് തന്നെയാ. മിസ്സിസ് ഇന്ദിര നന്ദഗോപാലിനിട്ട് ശരിക്കൊരു കുത്തുകുത്താം. നമ്മളെ കോളേജിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നു പറഞ്ഞ അവളെ ദാ ഈ വിരൽ തുമ്പിലിട്ട് ഇങ്ങനെ കറക്കണം. ഹലോ ഹലോ, ഗംഗയാണോ? ഞാൻ നന്ദു സാറാ. എന്താ സാർ? ഗംഗ, ഞാൻ വിളിച്ചതേ കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലർ അറിയില്ലേ? അറിയാം. അവിടെ മരുന്ന് വരണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഹലോ ഹലോ, എന്താ സംസാരിക്കുന്നത്? വരില്ലേ? ഹലോ ഹലോ, വരാം. ആരാ ഫോൺ ചെയ്തത്? എന്റെ ഒരു കൂട്ടുകാരിയാ. ഓർക്കസ്ട്ര ടീമിന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. വല്യേട്ടൻ വരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തണം കേട്ടോ. ഹലോ, അതെ, കുളിക്കുകയാണല്ലോ. ആരാ? നന്ദു സാർ കുളിക്കുക. ആരാ ഫോൺ എടുത്ത്? നമ്മുടെ ശത്രുവാ. ഗുഡ്, ഒന്നുകൂടെ വിളിക്കി. ഹലോ, ഇല്ല, നിങ്ങൾ ആരാ? ഹലോ ഹലോ, ആരടി? ഒരു സ്ത്രീയാ. സ്ത്രീയോ? ആ, അവളുടെ ഒരു ചോദ്യം. നന്ദു സാർ ഉണ്ടോ? നന്ദു സാർ കുളിച്ചു കഴിഞ്ഞോ? ഞാൻ കുളിക്കണമെന്ന് അവരെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു. എന്താ വല്ല കെണിയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, എനിക്ക് ഇവിടെ ഒരു സെക്കൻഡ് വൈഫ് ഉണ്ട്. എന്താ? കൊടിച്ച് കൊന്നണേ ഞാൻ. ഹലോ, നന്ദു സാറാണോ? അതെ, ആരാ? സാർ, ഞാൻ ഗംഗയാ. ഗംഗ, എനിക്ക് നേരിട്ടൊന്ന് കാണണം. കുറേ സംസാരിക്കാനുണ്ട്. കോളേജിനടുത്തുള്ള ഐസ്ക്രീം പാർലറിൽ ഞാൻ കാത്തിരിക്കും. സാർ വരണം. പിന്നെ ഞാനിപ്പോ പെട്ടെന്ന് അങ്ങോട്ട്. പ്ലീസ് സാർ, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ആവശ്യപ്പെടില്ല. ഐ ബെഗ് യു സാർ, പ്ലീസ് സാർ. ആരാ? അങ്കിളാ. എന്താ? ഏയ് ഒന്നുമില്ല, അവിടെ വരെ ഒന്ന് ചെല്ലാമൊന്ന്. എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല, പിന്നെ എന്റെ തലവേദനയുടെ കാര്യം പറഞ്ഞിരുന്നേ, അതിന് മരുന്ന് തരാന്ന്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞാനും കൂടെ വരാം. ഏയ് വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഹലോ, മിസ്റ്റർ നന്ദഗോപാലിന്റെ വീടല്ലേ? അതെ. നന്ദഗോപാൽ ഉണ്ടോ? ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ. എങ്ങോട്ടാ പോയതെന്നറിയാവോ? അങ്കിളിനെ കാണാൻ പോയതാ. മിസ്സിസ് നന്ദഗോപാൽ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഭർത്താവ് പോയത് അങ്കിളിനെ കാണാനല്ല, ഗംഗ എന്ന കാമുകിയെ കാണാനാണ്. ഞാനിത് വിശ്വസിക്കില്ല. വിശ്വാസമില്ലെങ്കിൽ കോളേജിന്റെ കിഴക്ക് വശത്തുള്ള ഐസ്ക്രീം പാർലറിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങൾ ആരാ? നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഹലോ ഹലോ, ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിൾ, ഇന്ദുവാണ്. അങ്കിൾ കുറച്ചു മുമ്പ് നന്ദേട്ടന് ഫോൺ ചെയ്തിരുന്നോ? ഞാനോ? ഇല്ലല്ലോ. എന്താ? ഹലോ ഹലോ ഹലോ, നന്ദു സാറേ, സാറെന്താ ഇവിടെ? ഏയ്, ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ. ഐസ്ക്രീം വാങ്ങി കൊടുത്ത് എന്റെ കുഞ്ഞിനെ നീ പാട്ടിലാക്കി അല്ലടാ തെണ്ടി. മൂത്രം ഒഴിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല അല്ലേ? മൂത്രം ഒഴിക്കാനിരുന്നല്ല,
എന്റെ ഒരു സാധനം കളഞ്ഞു പോയി. എന്ത് സാധനം? മനസമാധാനം. ഇത് ശരിയാണോ ഗംഗ? ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാ തെറ്റാണ്. രണ്ടുപേരും സംസാരിച്ച് ഫോൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് ചളവാക്കോ? സ്റ്റുഡന്റ് എന്നതിനേക്കാൾ ഉപരി ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ പെരുമാറിയത്. അത് തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ആം ഐ റൈറ്റ്? ഇല്ല, തെറ്റ് ചെയ്തത് ഞാനാ. ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ഗംഗ, ലുക്ക്. ഏയ് ഗംഗ, എന്തത്? ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? ഗംഗ കരയരുത് പ്ലീസ്. എന്നിട്ട് ആ കൊച്ചിനോട് ഞാൻ ഒന്നും പറയാതെ പോകുന്നത് മണ്ടത്തരായി എന്ന് പറഞ്ഞാ അതിനൊരു അവസരം കിട്ടണ്ടേ? പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൊച്ചു കരയാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലൊക്കെ കണ്ട് കൂടുതൽ ചള വന്നിരുമ്പോ ഞാനിങ്ങ് വലിക്കും. ഓഹോ, അപ്പൊ പ്രേമലേഖനം കൊടുപ്പിൽ നിന്നും കരച്ചിൽ വരെ എത്തി. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ ലവ് എൻസൈക്ലോപീഡിക് മാനിയ. മാങ്ങാ തൊലി ലവ്വമാനിയ. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ റിലാക്സ് റിലാക്സ്. ഐ വിൽ സജസ്റ്റ് അനദർ ഐഡിയ. തുറക്കടാ കഴിവറി വാതില്. തുറക്കടാ. ആരാ? എന്താ വേണ്ടത്? എവിടെ നന്ദഗോപാലൻ? അവനെ ഒന്ന് കാണാമെന്നാ. തപ്പിത്തിരക്ക് ഒരുപാട് ബുദ്ധിമുട്ടി. ഒന്ന് കാണാൻ പറ്റുമോ? എന്താ കാര്യം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. മുട്ടിപ്പായി തൊഴുത് ഇത്തിരി നേർച്ചയും കൊടുത്തിട്ട് പോകാനാ. ഞങ്ങളുടെ ഗംഗാമോളെ പഠിപ്പിക്കണ സാറല്ലയോ? ആളിവിടെ ഇല്ല. ഓ, ചെറ്റപ്പൊക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? കുറച്ചുകൂടി അന്തസ്സായിട്ട് സംസാരിക്കണം. പാറേപ്പറമ്പന്മാരെ ആരും അന്തസ് പഠിപ്പിക്കണ്ട. ആ കഴിവേറി വരുമ്പോ പറഞ്ഞേക്ക് അവന്റെ പ്രേമക്കുത്തി ഞങ്ങളുടെ പെങ്ങളോട് വേണ്ടാന്ന്. പാറേപ്പറന്മാരോട് കളിച്ചാലുണ്ടല്ലോ അരിഞ്ഞു കളയും. വാടാ. പാറേപ്പറമ്പന്മാരില്ലടാ അവിടെ. അവര് തിരുവനന്തപുരത്ത് പോയിരിക്കാ. നമ്മളാരാ? ആരാച്ചാര്? അപ്പോഴേ വല്ലതും പറഞ്ഞേപ്പിക്കാനുണ്ടേ പറ. വരുമ്പം പറഞ്ഞേക്കാം, അല്ലാതെ വെറുതെ ആള് കളിക്കല്ലേ. പറയാനുള്ള അല്ലല്ലോ ഏട്ടാ, നേരിട്ട് കൊടുക്കാനുള്ളതാ. എന്നാൽ അവരുള്ളപ്പം വാ. ആ വരും. അവരോട് പറഞ്ഞേക്ക് പാറേപ്പറമ്പന്മാരെ തിരക്കി ഒരു നന്ദഗോപാലം വന്നിരുന്നു. മോളെ, എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. അല്ല, ഇവിടെ അങ്ങനെ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം? ഏത് കാര്യത്തിലായാലും എടുത്തിയാട്ടം നല്ലതല്ല. ആരെങ്കിലും എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലോ? അപ്പൊ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതൊക്കെ സ്വപ്നമാണോ? നീ എന്ത് കണ്ടുന്നാ? അവന്റെ ഒരു സ്റ്റുഡന്റുമായിരുന്നു സംസാരിക്കുന്നത് കണ്ടു. നിനക്ക് പരിചയമുള്ള ആളെ കണ്ട നീ സംസാരിക്കില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ഏട്ടന്മാരൊന്ന് പറഞ്ഞതോ? ആ കുട്ടി എങ്ങനെ എന്തെങ്കിലും വേണ്ടാതിന് കാണിച്ചു വെച്ചിട്ട് നന്ദു എന്ത് തെറ്റ് ചെയ്തു? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്കിള് വിളിച്ചു എന്നോട് കള്ളം പറഞ്ഞു എന്തിനാ? അത് പിന്നെ വേണ്ട, അങ്കിള് കിടന്ന് ഉരുളണ്ട. മോളെ, കുടുംബമാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ വേണം പൊറുക്കാൻ. ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലുമാലം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? നീ വിചാരിക്കണ പോലത്തെ കുറ്റൊന്നും നന്ദു ചെയ്തിട്ടില്ല.
സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് തുറന്നു പറയാൻ വേണ്ടിയാവും വന്നത്. നീ സമ്മതിച്ചില്ല. ഓഹോ, അപ്പൊ എന്തൊക്കെയോ ഒളിച്ചിരുന്നു എന്നുള്ളത് സത്യമല്ലേ? എനിക്കറിയാം, അങ്കിളും കൂടി ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു. എന്താ ഇതിനൊക്കെ പറയാ? വേണ്ട, ആരും ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. പറയണ്ടെന്ന് പറഞ്ഞാ ഇതൊക്കെ കണ്ടിരിക്കാൻ എന്നെ കൊണ്ട് ആവില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ഇത് നിന്റെ വീടാ. നിനക്ക് ഇഷ്ടമുള്ളവരെ ഇവിടെ നിൽക്കേ പോവുക, എന്താ ചെയ്യാം. വാശിക്ക് നാശെന്ന് കേട്ടിട്ടില്ല മോളെ. അളിയം വന്ന് ചോദിച്ചാൽ സമാധാനം പറഞ്ഞിട്ട് ഞാനാ, എനിക്ക് അത്ര പറയാനുള്ളൂ. അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം. ആരാ? ഇന്നരയെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് പരാജയമടഞ്ഞ ഏതെങ്കിലും കോളേജ് മേറ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യോ? വിപ്രദോഷം പറയാതറ. അപ്പൊ പിന്നെ അഭ്യുദയകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ശത്രുവോ? എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ. ഉണ്ടല്ലോ, കറിയാച്ചൻ. അങ്ങനെ വാക്ക് ഇംഗ്ലീഷ് ഇല്ല. കുത്തി കുത്തി നീ മുറത്തെ കയറി കൊത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ? ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്ന നിനക്ക് ഇഷ്ടാവണ്ടല്ലടാ. ദേ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ച് നിന്റെ മുട്ടി ഓടിക്കും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ? എന്റെ മുട്ട തല്ലി ഒടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഒടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമ്മിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി. അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുകനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമല്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ? സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി, അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതുണ്ട്, തലയിൽ മുല്ലപ്പൂവും ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ 1 കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ. ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവിടരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവള് കാണിക്കുന്നില്ലല്ലോ. കുട്ടിക്കാലിന് സ്നേഹമുള്ളിടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി, ഇല്ലേ മാങ്കുടി സാറേ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അട്ടിപ്പ ഉടയ്ക്കടാ. ഏയ് ഞാനെടുത്തില്ല. വെക്കടാ. ഇതാരാ നന്ദഗോപാലൻ സാറോ? എടാ മാത്തുക്കുട്ടി, ഞാൻ അപ്പഴേ പറഞ്ഞോടാ തേടിയ വള്ളി ബാറി ചുറ്റൊന്ന്. ചുറ്റ കണ്ടോ? നീ കടയിൽ വന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടല്ലോ. ആ നിൽക്കുന്നവനെ അടിച്ചവന്റെ ഷേപ്പ് മാറ്റി. ബാക്കി കാര്യം ഞാൻ അല്ല, പാറേപ്പറമ്പന്മാരെ വെല്ലുവിളിച്ചിട്ട് പുല്ലുപോലെ അങ്ങ് പോയാലോ? ഇതാരാ? ഗുണ്ടകളെ കൊണ്ട് തല്ലാവുന്നതാണോ? അടിച്ച് താർക്കണം എല്ലാത്തിനെയും. അയ്യോ
എന്റെ ബ്രൂസിലെ കളിയാ ഞാൻ പാവാ എന്നെ കൊല്ലരുത് ഇന്നലെ ഓടി വാണിവിനെ പിടിച്ച് പൂട്ടണി അയ്യോ ആരിവിനെ എന്നെ പൂട്ടോ ഞാൻ പാവാ അയ്യോ ഞാൻ പാവാന്നേ